അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അശ്ശൈഖ് മുഹമ്മദിൽ മഹ്ദൂബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, എൻ്റെ ബാപ്പ എന്നെ ചെറുതിൽ തർബിയത്ത് ചെയ്തത് എങ്ങനെയാണെന്ന് അവിടെ നിന്ന് നമ്മെ പറഞ്ഞു തരികയാണ്. അതായത് ഇന്ന് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം ഇബാദത്തുകളോ ഇത്രമാത്രം ഇൽമുകളോ അള്ളാഹുമായിട്ടുള്ളൊരു ബന്ധപ്പെട്ടൊരു ജീവിതം ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ കാരണക്കാരൻ എൻ്റെ ബാപ്പയാണ്. അത് വലിയൊരു വിഷയമാണല്ലോ. മക്കള് നന്നാകണമെങ്കിൽ അവിടെ മാതാപിതാക്കള് അതിൻ്റെ പിന്നാലെ പ്രവർത്തിച്ചാലേ അത് നടക്കുകയുള്ളൂ. അതാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നു, എൻ്റെ ബാപ്പ ഈ അല്ലാഹുവിൻ്റെ വഴിയിലേക്ക്, ഈ തഖ്വയുടെ ജീവിതത്തിലേക്ക് എന്നെ എങ്ങനെയാണോ കൊണ്ടുവന്നത് എന്നറിയുമോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ നമ്മെ പറയുന്നു, കുന്തു ഫീ സിന്നി സ്വിബ, ഞാൻ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ബാപ്പ എല്ലാ മാസം എൻ്റെ അടുത്തൽ വന്ന് പറയും, ഖുർആൻ കൊണ്ടുവരാൻ പറയും. എന്നിട്ട് ഖുർആൻ കൊണ്ടുവന്നിട്ട് എന്നോട് പറയും, മോനെ ഈ ഖുർആന് പൊടിച്ച് നിന്നോട് ഞാൻ ഒരു കറാറ് ചെയ്യട്ടെ, ഒരു കാര്യം നിന്നോട് ഞാൻ വസിയത്ത് ചെയ്യട്ടെ മോനെ, ഇതൊരു മാസം നീ ഒരു ഹറാമിയത്തും ചെയ്യാൻ പാടില്ല, ഒരു തെറ്റും ചെയ്യാൻ പാടില്ല എന്ന് എനിക്കൊരു വാക്ക് തരുമോ? അപ്പൊ ബാപ്പ ഒരു മാസം എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോൾ എനിക്കതെന്തോ ഒരു താല്പര്യം പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ആ മാസം ബാപ്പാനെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി, ബാപ്പാക്ക് സന്തോഷമുണ്ടാകുമല്ലോ, അതുമാത്രമല്ല ഖുർആൻ വെച്ചിട്ടല്ലേ എന്നോട് ബാപ്പ ചോദിച്ചത്, അതുകൊണ്ട് ഞാൻ ആ മാസം വളരെ ശ്രദ്ധയോടുകൂടെ ഇബാദത്തെടുക്കലും ഒരു തെറ്റും ചെയ്യാതെ ഒരു ഹറാമിയത്തും ചെയ്യാതെ ആ മാസം പൂർത്തിയാകുമ്പോൾ ബാപ്പാന്റെ മുമ്പിൽ പോകും, ബാപ്പ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഈ ഒരു മാസം അല്ലാഹുവിനെ ഇബാദത്തെടുത്തിട്ടുണ്ട്, ഒരു തെറ്റും ഞാൻ അറിഞ്ഞ് ചെയ്തിട്ടില്ല ബാപ്പ എന്ന് പറയുമ്പോൾ ബാപ്പ ഒക്കെ വല്ലാത്ത സന്തോഷമാണ്. ബാപ്പ എനിക്ക് ദ്വാരന്ന് തരികയാണ്. ആ സന്തോഷം കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. വീണ്ടും ബാപ്പ അടുത്ത മാസം വരുമ്പോൾ അതുപോലെ എന്നോട് വസിയത്ത് ചെയ്യാണ്. അങ്ങനെ വീണ്ടും വീണ്ടും എല്ലാ മാസവും വരുമ്പോൾ എൻ്റെ ബാപ്പ ഇങ്ങനെ വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്ത് ചെയ്ത് എൻ്റെ ജീവിതം മൊത്തം അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുന്നതിലായിട്ട്, തഖ്വയിലായിട്ട് എൻ്റെ ജീവിതം ഞാൻ ശീലിച്ചു. ഏതുവരെ എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഏതുവരെ എന്ന് പറഞ്ഞാൽ പിന്നീട് എനിക്ക് മുത്തനബിയുമായി ബന്ധപ്പെട്ട് നൗമിലല്ല, സ്വപ്നത്തിലല്ല, യഖ്ളത്തിൽ തന്നെ എനിക്ക് മുത്തനബിയെ കാണാൻ, കണ്ടുമുട്ടാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് അഭിമാനത്തോടു കൂടെ ബാപ്പയാണ് എന്നെ ആ നിലക്ക് തർബിയത്ത് ചെയ്തതുകൊണ്ട് ഇത്ര വലിയ സ്ഥാനം കിട്ടിയത് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുമ്പോൾ ഇത് നമുക്ക് ധാരാളം പാഠങ്ങളുണ്ട്, എത്രമാത്രം ഇതിൽ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. അത് നല്ല മക്കൾ എവിടെയാണ് ഉണ്ടാവുക? നല്ല ബാപ്പന്മാരിൽ നിന്നാണ്, നല്ല ഉമ്മമാരിൽ നിന്നാണ്. നമ്മൾ നല്ല നിലക്ക് അല്ലാഹുവിലേക്ക് വഴിപ്പെട്ട് അവർക്ക് നമ്മളെ വലിയ പ്രചോദനയായാൽ ആ മക്കൾ നല്ല വഴിയിലേക്ക് എത്തും. അതാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിത ബറക്കത്തുകൊണ്ട് നമ്മെ, നമ്മുടെ മക്കളെയും അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.